ഹായ്, ഞാൻ റസീൽ. എങ്ങനെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം ഒന്ന് നോക്കാം. പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസക്കുറവ് തോന്നുന്നു. ഞാൻ പോരാ, ഞാൻ ശരിയില്ല, ഇങ്ങനെ ഒരു നെഗറ്റീവ് ടോക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുമെന്നുള്ളത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് തോന്നും ശരിയായില്ല, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ശരിയില്ല. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആത്മവിശ്വാസം കുറവാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്ക് എപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചു പോകും. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ തോറ്റുപോകും, എന്നെ ആളുകൾ കളിയാക്കും, ആളുകൾ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള പല പല തോട്ട്സും നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ തോറ്റുപോകും എന്ന് വിചാരിക്കുമ്പോൾ പല തോൽവികളും നമുക്ക് സംഭവിക്കും. അത് വിജയത്തിലേക്കുള്ള ഒരു പാതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഹെലൻ കെല്ലർ, അവര് ഒരു നല്ല അധ്യാപികയായിരുന്നു. എങ്ങനെ? അവർക്ക് കണ്ണ് കാണാൻ കഴിയില്ല, ചെവി കേൾക്കാൻ പറ്റില്ല, ഭൂമിയായിരുന്നു അവര്. അങ്ങനെയുള്ള അവര് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവര് അറിയപ്പെടുന്ന ആളായി മാറിക്കഴിഞ്ഞു എന്ന്. ഇവിടെയൊക്കെ ഇവരുടെ അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം, ആ ബലം കൊണ്ടാണ് അവര് വിജയിച്ചു കഴിഞ്ഞത്. അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ, അവർ LP സ്കൂളായിരിക്കുമ്പോൾ തന്നെ അവരുടെ അധ്യാപികമാരെ, ടീച്ചേഴ്സ് അവരൊന്നിനും പറ്റൂല, അവര് കൊള്ളൂല, പഠിക്കാൻ തീരെ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അങ്ങനെ അവരുടെ അമ്മ അവരുടെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തി എന്നുള്ളത്. പിന്നീടാണ് അവരൊരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ പിടിച്ച് വാനോളം ഉയർന്നു പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളില് ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് പല കഴിവുകളും തന്നുകൊണ്ടാണ്. ആ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുക. എല്ലാവർക്കും അങ്ങനെ കഴിവുകളുണ്ട്. പക്ഷെ ഇതൊന്നും കാണാതെ, അറിയാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുന്നത് വളരെ വളരെ കഷ്ടം. ഹതഭാഗ്യരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് നമ്മൾ പലയിടത്തും പരാജയപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടാതെ പോവാണ്. നമ്മൾക്ക് എല്ലാവർക്കും ജനിച്ചു കഴിഞ്ഞു നമ്മൾ വളർന്നുകൊണ്ടിരിക്കും ഈ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ജനിച്ചു, നമ്മൾ നടക്കാൻ പഠിക്കുന്നു. നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീഴുന്നു, അല്ലെ? നമ്മൾ വീണിട്ടാണ് നടക്കാൻ പഠിച്ചിട്ടുള്ളത്. അവിടെ നമുക്കൊരു വിൽ പവർ ഉണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം അന്ന് നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നടക്കാൻ പഠിച്ചതും നമ്മൾ നടന്നു തുടങ്ങി. നമ്മൾ നേരെ നിൽക്കാൻ പഠിച്ചു, നടക്കാൻ പഠിച്ചു, നമ്മൾ വളർന്നു വലുതായി. നമ്മൾ വളർന്ന് വരുമ്പോൾ നമ്മുടെ ഈ വിൽ പവർ നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ, നീ ശരിയില്ല എന്ന് പറയുന്ന ആളുകൾ. ഇങ്ങനെ കുറെ നെഗറ്റീവ്സ് കേട്ട് കേട്ട് നമ്മൾ എന്തായി, നമ്മളൊരു ആത്മവിശ്വാസം കുറഞ്ഞ ആളുകളായി മാറി എന്നുള്ളതാണ്. അപ്പോ പല ആളുകളും വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള
ഈ ആത്മവിശ്വാസം കൊണ്ടാണ് വളർന്നു വന്നത്. സുധാചന്ദ്രൻ നിങ്ങൾക്കറിയോ? അവരിപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളാണ്. അവര് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. ഒരിക്കൽ ഒരു ആക്സിഡന്റിൽ അവരുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. അവര് വെപ്പ് കാല് വെച്ച് ഡാൻസ് ചെയ്യും. അപ്പോ ഇവരുടെ ഉള്ളിലുള്ള അടങ്ങാത്ത ആ ആഗ്രഹം, അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം, അതാണ് അവരെ വീണ്ടും ഡാൻസ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തുകയും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തോറ്റു പോകും എന്നുള്ള ആ ചിന്ത നമ്മളിൽ നിന്ന് ഒഴിവാണ്. ഇനി അഥവാ തോറ്റാൽ തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് തോറ്റ് തന്നെയാണ് നമ്മൾ നല്ല നിലയിൽ എത്തുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പലപ്പോഴും തോന്നും, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകളുടെ നല്ല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു, ഓ ഞാൻ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ എത്ര നല്ലതാണ്, ഞാൻ ശരിയാവില്ല. പക്ഷെ അവർക്കും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അവരുടെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ മോശമായിരിക്കും. അല്ലെ, ഞാനൊക്കെ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ ഉള്ള വീഡിയോസ് ആവും. അപ്പൊ നമ്മൾ അപ്പോഴൊന്നും നമ്മളെ ആത്മവിശ്വാസം നമ്മൾ കളയേണ്ടതില്ല. നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, എടുക്കുക, ഒരു സ്റ്റെപ്പ് വെക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച്, ഇപ്പൊ 10 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ 10ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ നമ്മൾ 1ാമത്തെ സ്റ്റെപ്പ് തൊടണ്ടേ, അത് ചവിട്ടണ്ടേ? പടിപടിയായിട്ടല്ലേ നമ്മൾ ഉയരങ്ങളിൽ എത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. പരാജയങ്ങളിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. നോക്കൂ, അപ്പൊ മറ്റുള്ളവരെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. നമ്മളാണ്. ആദിമ മനുഷ്യൻ മുതൽ അവസാനം വരുന്ന മനുഷ്യന്മാര് വരെ യൂണിക്കാണ്, വ്യത്യസ്തരാണ്. നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ട്. നമ്മളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ ആവാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളെപ്പോലെ ആവാൻ എനിക്കും പറ്റില്ല. അതുകൊണ്ട് ഞാനാണ് എന്ന് കരുതുക, മുന്നോട്ട് പോവുക. ഇതാണ് നമ്മുടെ ആത്മവിശ്വാസം. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളോട് പറയാം, ഞാനാണ്. എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ ഞാൻ പറയില്ലേ, ഞാനാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും, എനിക്ക് ഇങ്ങനെ കഴിയൂ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. ഞാന് ഒരു മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് എൻ്റെ ഭാഷക്ക് പല പല മാറ്റങ്ങളുണ്ട്. പലരും കളിയാക്കും. ഞാനിപ്പോ ജീവിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ, പക്ഷെ എനിക്കെപ്പോഴും എൻ്റെ മലപ്പുറം ജില്ല വരും. പലരും എന്നെ കളിയാക്കും. ഞാനതിന് ഒന്നും പറയാറില്ല. ഞാനിങ്ങനെയാണ്, ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളാണ്, നമ്മൾ നമ്മളായിട്ട് നിന്നാൽ മതി. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മറ്റുള്ളവര് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പരാജയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മുൻകാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള പല വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടുന്ന ഒരുപാട് അടികളുണ്ട്. സംസാരത്തിലൂടെ ആവാം, കളിയാക്കലാവാം, അല്ലെ, ഇങ്ങനെ പല പല അടികളും നമുക്ക് കിട്ടിയിട്ടുണ്ടോ. ഇത് നമ്മളെ എന്ത് ചെയ്യും? ഡീമോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ അതൊരു ട്രോമാസായി കിടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ പുറത്തെടുത്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എന്തിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഓക്കെ, ഒരു സംഭവം ഉണ്ടായി, അത് എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെ, ആ ഡീൽ ചെയ്യാനും നമുക്കൊരു കഴിവ് വേണം. നമ്മുടെ ഉള്ളിലൊക്കെ എല്ലാ കഴിവുകളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് സപ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണം. അതിന് പല കാരണങ്ങളാണ്. അത് നമ്മളെ കൂടെയുള്ള ആളുകള്, നമ്മുടെ സാഹചര്യങ്ങള്, ഇതൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതാണ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളൊന്നും മോശമല്ല,
നമുക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണ്, ഞാൻ നല്ലതാണ്, അങ്ങനെ സെൽഫ് ടോക്ക് പറയൂ. ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ പറയാൻ തയ്യാറ്. ഞാൻ നല്ലതാണ്. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ഞാൻ മോശമാണ്, ഞാൻ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, ഞാൻ നല്ലതാണ് എന്നുള്ള ആ സെൽഫ് ടോക്ക് നമ്മൾ കൊടുത്തു ഒരു അഫർമേഷൻ മാതിരി നമ്മളത് പറയാം. എനിക്ക് പറ്റും, എനിക്ക് കഴിയും. അപ്പൊ നമ്മൾ തോന്നും എനിക്ക് കഴിയില്ല, ഞാൻ ഒന്നിനും ശരി. അങ്ങനല്ല, എനിക്ക് കഴിയും, ഞാൻ ചെയ്യും, എനിക്ക് പറ്റും എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം. നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം നന്നായിട്ട് വളർന്നു നിൽക്കും. അപ്പൊ നമുക്ക് ഒരു കാര്യത്തെ രണ്ടുപേര് രണ്ട് വിധത്തിലാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ, ഒരു അര ഗ്ലാസ് വെള്ളം, ഇത് നോക്കിയിട്ട് ഒരാൾ എന്താ പറയുന്നറിയും, ഇത് പകുതിയും ഒഴിഞ്ഞ ഗ്ലാസ് ആണെന്നോ? ശരിയാണോ? ഇത് പകുതിയും ഒഴിഞ്ഞ ഗ്ലാസ്. എന്നാൽ മറ്റേ ആള് പറയുക എന്താ പറയുക, ഇത് പകുതിയും വെള്ളമുള്ള ഗ്ലാസ് ആണ് എന്നാ. നോക്കൂ, രണ്ടുപേരും പറയുന്നത് ഇത് പകുതിയും വെള്ളമുള്ള ഗ്ലാസ് ആണ് എന്ന് പറയുന്ന ആള് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, ഉള്ളതിനെ കാണുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. നമുക്കുള്ള കഴിവുകൾ നമ്മൾ കാണും, അതിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാളുകളുടെ ഈ ഒരു സ്വഭാവം കണ്ടില്ലേ? ഒരാൾ ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്, മറ്റേ ചിന്തിക്കുന്നത് വേറൊരു. അപ്പൊ ഇതില് ആത്മവിശ്വാസമുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് പകുതിയും ജലമുണ്ട്. അങ്ങനെ ഉള്ളതിനെ നമ്മൾ കാണുന്ന ആളുകളായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് ഒരു ആത്മവിശ്വാസമുള്ള ആളുകളുടെ പ്രത്യേകതയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി ഒരു കഥ പറയാം. യൂറോപ്പിലേക്ക്, അതായത് യൂറോപ്പിലെ ഒരു ചെരുപ്പ് കമ്പനി, ഇവര് ആഫ്രിക്കയിലേക്ക് ആളുകളെ വിടുകയാണ്. അതായത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആഫ്രിക്കയിലേക്ക്. എന്തിനാണെന്നറിയോ? ഇവരുടെ ചെരുപ്പിന് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടാണ്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടേക്ക് ചെരുപ്പ് കച്ചവടം നടത്തണം. ഇതിനു വേണ്ടിയിട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ അങ്ങോട്ട് വിട്ടു. അദ്ദേഹം അവിടെ ചെന്നു. അങ്ങനെ അവിടുത്തെ എല്ലാ ഗ്രാമങ്ങളും ഒക്കെ ചുറ്റിക്കറങ്ങി അവിടുത്തെ ആളുകളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹം കമ്പനിയിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, അവിടെ ഒരു കുട്ടിയും ചെരുപ്പ് ധരിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ചെരുപ്പൊന്നും അവിടെ ചെലവാകാൻ പോകുന്നില്ല. ഇത് കേട്ട മാർക്കറ്റിംഗ് കമ്പനിയുടെ അവരുടെ തലവൻ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് അവിടുത്തെ ആളുകളെ നമ്മൾ ബോധവൽക്കരണം നടത്താം. എന്താണ് ഈ ചെരുപ്പ് ധരിക്കുന്നത്, എന്തിനു വേണ്ടി, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മുടെ ചെരുപ്പ് അവിടെ സെയിൽ ചെയ്യും. മനസ്സിലായോ? അവരുടെ മുഴുവൻ ചെരുപ്പും അവിടെ വിറ്റഴിക്കാനുള്ള ഒരു സംഗതി കണ്ടിട്ടാണ് അയാള് പറയുന്നത്. മറ്റേയാളോ അവിടെ പോയി കണ്ട് മനസ്സിലാക്കി അവിടെ ഇത് ശരിയാവില്ല, അവിടെ ഒരു ചെരുപ്പ് പോലും അവിടെ ചെലവാവില്ല എന്ന് പറയുന്നു. ഇയാള് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ മുഴുവൻ ചെരുപ്പും നമ്മുടെയൊക്കെ അവിടെ ബിസിനസ് ആക്കാൻ പറ്റുമെന്ന്. ഇതാണ് ആളുകളുടെ വിശ്വാസം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇതിൽ നിന്ന്? നമ്മള് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം പോലെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ആത്മവിശ്വാസമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. സർക്കസ് കണ്ടിട്ടില്ലേ? അവിടെ പലപ്പോഴും സിംഹത്തെയും കടുവയും ഒക്കെ മെരുക്കുന്ന ആളുകളുണ്ടാവും.
ശരിക്കും അത് ട്രെയിൻ ചെയ്യുന്ന അയാള് എന്തുമാത്രം ആത്മധൈര്യത്തിലാണ് അവരോട് പെരുമാറുന്നത്, അല്ലേ? അയാളുടെ കണ്ണുകളില് ആ ആത്മധൈര്യം ഒന്ന് ചോർന്നു പോയാൽ എന്താവും അവസ്ഥ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ അത്ഭുതത്തോടെ പലപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ ആത്മവിശ്വാസമാണ്. അതെങ്ങാനും കുറഞ്ഞു പോയാൽ ആ സിംഹം അടവിയൊക്കെ അദ്ദേഹത്തെ ശരിയാക്കി. അപ്പോ നമുക്ക് ഉള്ളിൽ നല്ല ആത്മധൈര്യം ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കാൻ നമുക്ക് അത് എവിടുന്നെങ്കിലും ഒന്നും കിട്ടുന്ന കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ സെൽഫ് ടോക്ക് പറയാം. എനിക്ക് കഴിയും, എൻ്റെ ഉള്ളിൽ അത് ഉണ്ട്, എനിക്ക് പറ്റും, ഇത് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നീട് പലരും ഇല്ലാതെ ആക്കിയതാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ശക്തികളുണ്ട്, കഴിവുകളുണ്ട്. ഇതിനെ നമുക്കൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ആത്മവിശ്വാസം കൂടുമെന്നാണ്. അതുപോലെ ഇനി നമ്മളൊരു വിഷയത്തില് നമ്മൾ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അറിവ് അതിൽ നിന്ന് സമ്പാദിക്കുക. നമ്മൾ അറിവ് തേടി അറിവ് നേടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആത്മവിശ്വാസം കൂടും. പലപ്പോഴും നമുക്ക് അങ്ങനെയാണ്, അതിനെക്കുറിച്ച് അറിവില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷമം തോന്നും. കാരണം അതിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അവരുടെ കണ്ണ് നോക്കി സംസാരിക്കണം, മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം, അല്ലെ? നമ്മൾ അതൊക്കെയാണ് ആത്മവിശ്വാസമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത. പല ആളുകളും താഴോട്ട് നോക്കും. സംസാരിക്കുമ്പോൾ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കും. പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് അയക്കണം, അവരുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതൊക്കെ ഈ ആത്മവിശ്വാസമുള്ള ഒരാളുകൾക്കാണ് അതിന് കഴിയുക. ഇനി നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതുകൂടി ഞാൻ ഇതിലൊന്ന് സൂചിപ്പിക്കും. നമ്മൾക്ക് നമ്മൾ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെ? നമുക്ക് മടുപ്പില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിലുള്ള കഴിവ്. അതാണ് നമ്മുടെ പാഷനാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ചിലപ്പോൾ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അഭിനന്ദിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ, ശരിയില്ലേ, നീ അത് ചെയ്തത് വളരെ നന്നായി, അത് നിനക്ക് നല്ലോണം പറ്റുന്നുണ്ട്, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നീ തുന്നിയത് വളരെ നന്നായിട്ടുണ്ട്, അല്ലെ നീ വരച്ചത് വളരെ ഉഷാറായിട്ടുണ്ട്, നിനക്കതിന് കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഒരുപക്ഷെ നമുക്ക് ആ ഒരു കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വിജയങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറി ആക്കി വെക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് അത് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് എന്താണ് എന്ന്. ഇനി നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പുതിയ പുതിയ കഴിവുകളൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ നമ്മളൊരു കംഫർട്ട് സോൺ, അവിടെ ഇരുന്ന് നമ്മൾ സുഖിച്ചിരിക്കും. നമ്മള് ഒരു ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരു സംഗതി ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടി. അവിടെ നമുക്ക് സുഖമാണ്, ഒന്നും ചെയ്യണ്ട, ഇപ്പൊ കിട്ടുന്നത് കൂടി ഇങ്ങനെ സന്തോഷിച്ച് കഴിയാം എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് നേടിയെടുക്കാനൊന്നും പറ്റില്ല. അവിടെ നമ്മൾ ആത്മവിശ്വാസം കുറവാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആത്മവിശ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്യും? ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകൾ നമ്മൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് അഫർമേഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. സ്വയം പറയുക, ഞാൻ കഴിവുള്ളവനാണ്, എനിക്ക് കഴിയും, എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ശരീരഭാഷ, അതെല്ലാം നമുക്ക് ഈ ആംഗ്യ ഭാഷകൾക്കൊക്കെ വല്ലാത്ത ഒരു ശക്തി ഉണ്ട് കേട്ടോ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നേരെ നിന്ന് കുനിഞ്ഞു നിൽക്കാതെ അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളതാണ്.
ഇതൊക്കെയാണ് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. നമുക്ക് അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ട് നമ്മുടെ ആത്മവിശ്വാസം, കാരണം നമ്മുടെ വിൽ പവർ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്കത് ഉണ്ടായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇല്ലാണ്ടായി പോകുന്നത്. അത് മനസ്സിലാക്കുക, അവരോട് അതിനനുസരിച്ച് പെരുമാറുക, നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.